ട്രോളിംഗ് നിരോധനം നീങ്ങിയിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതകാലം ഒഴിയുന്നില്ല. കടലിൽ നിന്ന് മത്സ്യക്കുഞ്ഞുങ്ങളെ വലയിട്ട് പിടിക്കുന്നത് തടയാൻ കർശന നടപടിയെടുക്കുകയാണ് ഫിഷറീസ് വകുപ്പ്. ബോട്ടുകളിൽ കരയ്ക്കെത്തിക്കുന്ന മത്സ്യങ്ങൾ നിശ്ചിത അളവിൽ ചെറുതാണെങ്കിൽ പിടികൂടിയ മുഴുവൻ മത്സ്യവും കടലിൽ തള്ളും. എന്നാൽ പിടികൂടിയ മത്സ്യം പൂർണ്ണമായി കടലിൽ തള്ളുന്നത് മത്സ്യത്തൊഴിലാളികളെയും ബോട്ടുടമകളെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് പരാതി. ആദിമാദിശ്ര ചെറിയ മത്സ്യങ്ങളെ പിടികൂടുന്നതിനുള്ള നിരോധനം കർശനമായി നടപ്പാക്കുകയാണ് ഫിഷറീസ് അധികൃതർ. നിശ്ചിത അളവിൽ താഴെ വലിപ്പമുള്ള മത്സ്യം കരയ്ക്കെത്തിച്ചാൽ അവയെ കടലിൽ തന്നെ തള്ളാനാണ് നിർദ്ദേശം. ഒപ്പം വലിയ തുക പിഴയും ഈടാക്കും. നാളേക്ക് കൂടി വേണ്ടിയുള്ള നടപടിയെന്ന നിലയിൽ നിരോധനത്തോട് സഹകരിക്കാൻ മത്സ്യത്തൊഴിലാളികളും തയ്യാറാണ്. എന്നാൽ പിടികൂടിയ മത്സ്യം മുഴുവനായി കടലിൽ തള്ളാൻ പറയുന്നത് ക്രൂരതയാണെന്ന പരാതിയുമുണ്ട്. കടലിൽ പോകാനുള്ള ഇന്ധന ചെലവ്, തൊഴിലാളികളുടെ കൂലി എന്നിവയ്ക്കൊപ്പം മത്സ്യം കടലിലേക്ക് തള്ളാനുള്ള കൂലിയും ബോട്ടുടമ തന്നെ നൽകണം. ഇതിനു പുറമെ പിഴ കൂടി വരുന്നതോടെ വലിയ നഷ്ടമാണ് സഹിക്കേണ്ടി വരിക. ചെറിയ മത്സ്യങ്ങൾ വലയിൽ കുടുങ്ങുന്നത് മനഃപൂർവ്വമല്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഉദ്യോഗസ്ഥർ പരിശോധിക്കുമ്പോഴാണ് നിയമവിധേയമായ വലിപ്പമില്ല എന്നറിയുക. ഓരോ മത്സ്യത്തിനും ചുരുങ്ങിയ വലിപ്പം നിഷ്കർഷിച്ചിട്ടുണ്ട്. പിടികൂടി കരയ്ക്കെത്തിക്കുന്ന ഭൂരിഭാഗം മത്സ്യങ്ങൾക്കും ജീവനുണ്ടാവില്ല. ഇവയെ കടലിൽ തിരികെ തള്ളിയിട്ട് എന്ത് കാര്യമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യം. അതേസമയം വൻകിട ബോട്ടുകൾ ഡബിൾ നെറ്റ് മത്സ്യബന്ധനം നിർബാധം നടത്തുകയാണ്. ഇതിനെതിരെ നടപടിയെടുക്കാത്തതിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധത്തിലാണ്. RTX Wrap ന്യൂസ് മലയാളം. സർക്കാർ വിലക്ക് മറികടന്ന് കടലിൽ നിന്ന് ചെറു മത്സ്യങ്ങളെ പിടികൂടരുത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനാണ് ഇത്. നടപടി ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമല്ല. എന്നാൽ ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നത് നിരോധിത വലകൾ ഉപയോഗിച്ചാണ് എന്ന പരാതി ഉയരുന്നുണ്ട്. പരമ്പരാഗത മത്സ്യബന്ധന വള്ളക്കാർക്ക് ഇത് ഭീഷണിയാണ് എന്നും വിലയിരുത്തലുണ്ട്. ഈ നിയന്ത്രണം എന്തിനൊക്കെയാണെന്ന് നോക്കാം. 58 ഇനം വാണിജ്യ പ്രാധാന്യമുള്ള മത്സ്യങ്ങളെ പിടിക്കുന്നതിൽ വലിപ്പ നിയന്ത്രണമുണ്ട്. മത്തി 10 സെൻറ്റിമീറ്ററും മാന്തൽ 9 സെൻറ്റിമീറ്റർ, ചെമ്പാൻ 11 സെൻറ്റിമീറ്റർ. ഈ മീനിൻ്റെയൊക്കെ പേര് പറയുമ്പം പല സംസ്ഥാനത്ത് പലയിടത്തും പല പേരുകളായിരിക്കും കേട്ടോ. അപ്പോൾ അത് അവരവരങ്ങ് തിരുത്തിക്കൊള്ളുക. അയല 14 സെൻറ്റിമീറ്റർ, പുയ്യാപ്പുളക്കോര 12 സെൻറ്റിമീറ്റർ, കരിക്കാടി ചെമ്മീൻ 7 സെൻറ്റിമീറ്റർ, ചൂര 31 സെൻറ്റിമീറ്റർ. ഇങ്ങനെ നിശ്ചിത വലിപ്പമില്ലാത്ത മത്സ്യങ്ങളെ പിടികൂടരുത് എന്നാണ് പറയുന്നത്. സംസ്ഥാന കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരമാണ് ഈ നടപടി. പക്ഷേ ഇത് നടപ്പാക്കാൻ ഒത്തിരി പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. കേരള തീരത്ത് ഇപ്പോൾ കൂടുതലായി പിടികൂടുന്നത് മത്തിയെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുരുങ്ങുന്നതിലേറെയും കുഞ്ഞമ്മത്തികളാണ് എന്ന അവസ്ഥ കൂടിയുണ്ട്. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂര് ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് ഇക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ സ്വാഭാവികമായും പ്രതിസന്ധിയിലായിരിക്കും. പിടിച്ച മത്സ്യങ്ങളെ പക്ഷേ എനിക്കിതിൽ വിചിത്രമായി തോന്നുന്നത് പിടികൂടിയ മത്സ്യങ്ങളുടെ നീളം അളന്നിട്ട് അതിൽ ഈ ചത്ത മത്സ്യങ്ങളെല്ലാം കൂടെ തിരിച്ച് കടലിൽ തള്ളുന്ന ഏർപ്പാടുണ്ട് എന്ന് കേൾക്കുന്നു. ആ സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് അതുമാണ് മനസ്സിലായത്. അങ്ങനെ ഉണ്ടോ? തീർച്ചയായും ഹർഷൻ, അതായത് ഈ നിരോധനം നടപ്പിലാക്കുന്നതിൽ ആർക്കും എതിർപ്പില്ല. മത്സ്യത്തൊഴിലാളികൾ പോലും അതിനോട് യോജിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നിരോധനം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ചില അപ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് വിചിത്ര നടപടി എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം ഈ പറഞ്ഞത് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു വള്ളം നിറയെ കൊണ്ടുവരുന്ന മത്സ്യം അത് കരക്കെത്തിക്കുമ്പോൾ അതിൽ നിന്നൊരു സാമ്പിൾ ശേഖരിച്ചാണ് ഉദ്യോഗസ്ഥർ ഇത് പരിശോധിക്കുന്നത്. അതിന് കൃത്യമായി ഒരു വെള്ള പേപ്പറിൽ 2 വരകൾ ഇടുന്നു. ആ 2 വരകൾ തമ്മിൽ നേരത്തെ ഹർഷൻ പറഞ്ഞതുപോലെ ഈ മത്തിയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ, ചാമ്പാനാണെങ്കിൽ 11 സെൻറ്റിമീറ്റർ, അയലയാണെങ്കിൽ 14 സെൻറ്റിമീറ്റർ, ഇങ്ങനെ കൃത്യമായൊരു ഗ്യാപ്പിലാണ് ആ 2 വരകൾ ഇടുന്നത്. അതിലേക്ക് ഈ സാമ്പിളിൽ നിന്ന് മത്സ്യം എടുത്തു വെച്ച് നോക്കുന്നു. അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നത്, അതായത് നിഷ്കർഷിക്കുന്ന വലിപ്പത്തിൽ കുറവാണ് എങ്കിൽ ആ വള്ളത്തിൽ കൊണ്ടുവന്ന മുഴുവൻ മത്സ്യവും കടലിലേക്ക് തള്ളണം എന്നുള്ളതാണ് നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രീതി. ഈ രീതിയോടാണ് മത്സ്യത്തൊഴിലാളികൾ എതിർപ്പ് പറയുന്നത്. കാരണം ഇനി ഇങ്ങനെ തള്ളാൻ ഈ പറയുന്നത് പോലെ നിയമം ലംഘിച്ചു എന്നതുകൊണ്ട് അത് തള്ളാമെന്ന് വെച്ചാൽ തന്നെ ഈ കടലിൽ നിന്ന് പിടിച്ച് കരയിലേക്ക് എത്തിക്കുന്ന മീൻ നമുക്കറിയാം, അതിൽ ഭൂരിഭാഗവും ചത്ത നിലയിലായിരിക്കും, ജീവനുണ്ടാവില്ല. ആ ജീവനില്ലാത്ത മീനിനെ വീണ്ടും കൊണ്ടുപോയി കടലിലേക്ക് തള്ളിയത് കൊണ്ട് എന്ത് സമ്പത്താണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. സ്വാഭാവികമായും അവർ പറയുന്നത് ഇത്തരത്തിൽ പിടിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രായോഗികമായ കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ്. ഇതിൽ രണ്ടാമത്തെ കാര്യം മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്ന ചോദ്യം, ഈ വലയിൽ കുടുങ്ങുന്ന മീനിൻ്റെ വലിപ്പം ഈ ഫിഷറീസ് വകുപ്പ് പറയുന്നത് പോലെ 10 സെൻറ്റിമീറ്ററോ 14 സെൻറ്റിമീറ്ററോ നോക്കി മത്സ്യം പിടിക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമായ കാര്യമല്ല. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു മാർഗം തങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളതാണ് അവർ പറയുന്ന മറ്റൊരു കാര്യം. ഇനി ഇതിൻ്റെ ചിലവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതാണ്
കാരണം ഈ കണ്ണൂർ ആയിക്കരയിൽ ഇത്തരത്തിൽ ഇത് നടക്കുന്നത് 2 പേർ പോകുന്ന ചെറിയ വള്ളമാണ്. ആ വള്ളത്തിൽ കൊണ്ടുവരുന്ന മത്സ്യമെന്ന് പറയുന്നത് ഉൾക്കടലിൽ വലിയ ബോട്ടുകളിൽ പോയി വലിയ തോതിൽ പിടിക്കുന്ന മീൻ. ആ മീന് ഈ ചെറിയ വള്ളങ്ങളിലേക്കാക്കി കരയിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ ഒരു കണക്ക് അവർ പറയുന്നത് 1 ലക്ഷം രൂപയുടെ മീനാണ് അവർ കൊണ്ടുവരുന്നതെങ്കിൽ അതിൽ 20,000 രൂപ മാത്രമാണ് ആ ബോട്ട് ഉടമയ്ക്ക് ലഭിക്കുന്നത്. അതിൽ ഈ തൊഴിലാളികളുടെ കൂലി ഉൾപ്പെടപ്പെടുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന ബോട്ടിലുള്ള മത്സ്യം ഈ പറയുന്നത് പോലെ പരിശോധിക്കുമ്പോൾ അളവ് കുറവാണ്, അല്ലെങ്കിൽ നിഷ്കർഷിക്കുന്ന നീളമില്ല എന്ന് കണ്ടാൽ അത് പൂർണ്ണമായും കടലിലേക്ക് തള്ളുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തൊഴിലാളികളുടെ ചിലവ് അത് നഷ്ടമാണ്. മാത്രമല്ല മറ്റൊരു കാര്യം, ഈ മത്സ്യം കടലിലേക്ക് തള്ളണമെങ്കിൽ അതിന് പ്രത്യേക തൊഴിലാളികളാണ്. ഈ മത്സ്യം തട്ടുക എന്നാണ് ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. ഈ മത്സ്യം തട്ടാൻ അതായത് കരയിലെത്തിച്ച മത്സ്യത്തെയും, ഇതിപ്പോ മത്സ്യം പിടിച്ചുകൊണ്ട് കരയിലെത്തിച്ചാൽ അവരത് സമ്മതിക്കില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ കളഞ്ഞേക്കാം എന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ തന്നെ തീരുമാനിക്കുന്നുണ്ടോ, അതോ കരയിൽ എത്തിച്ച ശേഷം ഇതിനെ തിരിച്ച് കടലിൽ കൊണ്ട് തള്ളണം എന്ന് ഉദ്യോഗസ്ഥർ നിഷ്കർഷിക്കുന്നുണ്ടോ? കരയിലെത്തിച്ച് എത്തിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി ഈ ബോട്ട് എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടെങ്കിലാണ് ഈ സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തുന്നത്. അതിൽ ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർക്ക് ഈ അളവെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഇത്ര ശതമാനം എന്ന് ഉദ്യോഗസ്ഥർ ഒരു മണക്കണക്ക് വെച്ച് പറയുകയാണ്. ഇതിൽ ഇത്ര ശതമാനത്തോളം ഈ ചെറിയ മീനാണ്, അതുകൊണ്ട് ഇത് വിൽപ്പനയ്ക്ക് എടുക്കാൻ പറ്റില്ല, ഇത് എന്തായാലും കടലിൽ തള്ളണമെന്ന് ഉദ്യോഗസ്ഥർ തന്നെ നിഷ്കർഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തള്ളാനുള്ള ചിലവ് കൂടി ഈ ബോട്ടുടമ നൽകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ എന്തായാലും അത് വളരെ വിചിത്രമായ അല്ലെങ്കിൽ തലതിരിഞ്ഞ ചില നടപടിക്രമങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വന്ന ഒരു വാർത്തയുണ്ട്. ഇന്നലെ വന്നത് കേരള തീരത്ത് മത്തിക്കുഞ്ഞുങ്ങൾ വൻതോതിൽ അടിഞ്ഞത് എങ്ങനെ, എന്താണ് സംഭവിച്ചത്, പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്ന തലക്കെട്ടിൽ വിവിധ മാധ്യമങ്ങൾ ഒരേ മട്ടിൽ ഇതേ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വന്ന വാർത്തയാണ്. അതിനെക്കുറിച്ച് വിശദമായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൻ്റെ, അതായത് CMFRയുടെ പഠനം വന്നതിന് ശേഷം അത് കാലാവസ്ഥാ വ്യതിയാനമാണ് മത്സ്യങ്ങളുടെ ഈ കൂടുതൽ ലഭ്യതയ്ക്ക്, അതായത് പ്രത്യേകിച്ച് മത്തിയുടെ ലഭ്യത കൂടാൻ കാരണം, അത് ചിലപ്പോൾ ഈ ലഭ്യത കുറയാനുമൊക്കെ കാരണം എന്നത് ശാസ്ത്രീയമായി തന്നെ ആ കാര്യങ്ങളെ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഈ മൺസൂൺ, അനുകൂലമായ മൺസൂൺ മഴയും പോഷക സമൃദ്ധമായ അടിത്തട്ടിലെ ജലം മുകളിലേക്ക് വരുന്ന വെല്ലിംഗ് ഇതൊക്കെ കൊണ്ട് മത്തി ലാർവകളുടെ പ്രധാന ഭക്ഷണമായ സൂക്ഷ്മ പ്ലവകങ്ങൾ പെരുകി. ഇതാണ് മത്തിക്കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ അഭൂതപൂർവമായ വർധനയുണ്ടായത്. പിന്നെ മത്തിക്കുഞ്ഞുങ്ങൾ വർദ്ധിച്ചതോടെ അവയുടെ ഭക്ഷ്യലഭ്യതയിൽ കുറവുണ്ടായി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതിൻ്റെ തൂക്കം കുറയുകയും വലിപ്പം കുറയുകയും ചെയ്തു. അതായത് ഇതിന് പ്രായമില്ലാത്തതല്ല, വളർച്ച ഇതിന് ചെറുതായതാണ്, മുരടിച്ചതാണ് ഇതിന് കാരണം. അതൊക്കെ മത്തിക്കുഞ്ഞുങ്ങളാണ് എന്ന്, കുഞ്ഞൻ മത്തി എന്ന് നമ്മൾ പറയുന്നതെല്ലാം മത്തിക്കുഞ്ഞുങ്ങളല്ല. കുഞ്ഞൻ മത്തി വേറെ, മത്തിക്കുഞ്ഞുങ്ങൾ വേറെ. അപ്പോൾ ഈ മത്തിക്കുഞ്ഞുങ്ങളാണെന്ന് കരുതി ഈ കുഞ്ഞൻ മത്തിയെല്ലാം തിരിച്ചുകൊണ്ട് കടലിൽ തള്ളാൻ പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ്. ആ രീതിയിലല്ല ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. മാത്രമല്ല ഇതെല്ലാം നടപ്പാക്കേണ്ടത് ആത്യന്തികമായി മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെയും അവരുടെ അതിജീവനത്തെയും ഒക്കെ ഉറപ്പിച്ചിട്ട് വേണമല്ലോ. അതല്ലാതെ തലതിരിഞ്ഞ് പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അബദ്ധമാണ്. മാത്രമല്ല ഈ പുതിയ പഠനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നും, ഈ CMFRയുടെയൊക്കെ പഠനങ്ങൾ എന്താണ്, പുതിയ പഠനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി പഠിച്ച് ഇതിൻ്റെ അളവിൻ്റെ കാര്യത്തിലൊക്കെ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതുണ്ടോ എന്നും ഒക്കെ മനസ്സിലാക്കി വേണമല്ലോ ചെയ്യാൻ. ഒരു മത്തിക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കൂട്ടം മത്സ്യത്തെ കൊണ്ടുവരുമ്പോൾ അതിൽ ഏതാനും ചില മീനിന് വലിപ്പം കുറവുണ്ടെങ്കിൽ അതിനെ അടക്കം എല്ലാത്തിനെയും കൊണ്ട് കടലിൽ തള്ളണമെന്നൊക്കെ വാശി പിടിക്കുന്നത് അത് ശരിയായ ഒരു രീതിയാണെന്ന് എനിക്കും തോന്നുന്നില്ല. എന്തായാലും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു നടപടിക്ക് അല്ല അത് എന്ന് തന്നെയാണ് തൽക്കാലം വിലയിരുത്താൻ കഴിയുക. മാത്രമല്ല ഈ മീനെയെല്ലാം പിടിച്ച് തിരിച്ച് കടലിൽ, ഈ ചത്ത മീനെ കൊണ്ട് കടലിൽ തള്ളുന്നത് പരിസ്ഥിതിക്കും ഗുണം ചെയ്യുന്ന ഒരു ഏർപ്പാടായിരിക്കില്ല. ഏറെ പ്രതിസന്ധികളിൽ കൂടിയാണ് നമ്മുടെ മത്സ്യബന്ധന മേഖല കടന്നു പോകുന്നത്. ഈ ഉപജീവനത്തിനായിട്ടും മീൻപിടുത്തത്തിലൊക്കെ ഏർപ്പെടുന്ന പരമ്പരാഗത ചെറുകിട മത്സ്യത്തൊഴിലാളി സമൂഹം ദുരിതകാലം വിട്ടുമാറാത്തവരാണ്. കാലാകാലമായി ഘടനാപരമായ അവഗണനകൾ ഏറ്റുവാങ്ങി പരാതിയും പായാരവും ഒഴിയാത്തവരാണ്. മത്സ്യസമ്പത്തിൻ്റെ വർധനയ്ക്കായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് കടലിൻ്റെ പാരിസ്ഥിതിക വ്യവസ്ഥ സമതുലിതമായി നിലനിർത്താൻ മാത്രമല്ല, അത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിന് വേണ്ടി കൂടിയാണ്. തീർച്ചയായും മത്സ്യത്തൊഴിലാളികൾക്കും ആ വിചാരമൊക്കെ വേണം. പക്ഷേ ആ നിയന്ത്രണങ്ങൾ തന്നെ ഉപജീവനത്തെ ബാധിക്കുന്ന തരത്തിലാവരുതല്ലോ. യുക്തിസഹമാവട്ടെ നമ്മുടെ നിയന്ത്രണങ്ങളൊക്കെ. പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും കരുതുന്നു RDX. ഇന്നത്തെ RDX ഇവിടെ പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.